തിരുവനന്തപുരം ബാലരാമപുരത്ത് വൻ കഞ്ചാവ് വേട്ട. ക്രിസ്തുമസ് ന്യൂ ഇയർ വിപണിയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 8.5 കിലോഗ്രാം കഞ്ചാവ് പോലീസ് പിടികൂടി. ലഹരി മാഫിയകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കൊല്ലത്ത് വീടിന്റെ വാതിൽ തകർത്ത് മോഷണത്തിന് ശ്രമിച്ച പ്രതി പിടിയിൽ. ഇലവൂർ സ്വദേശി പ്രേംരാജാണ് അറസ്റ്റിലായത്. പ്രതിയെ പിടികൂടിയത് കണ്ണനല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം. തിരുവനന്തപുരം താന്നിമൂട് പേരയം റോഡിൽ അക്കേഷ്യ മരം റോഡിൽ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗതം പുനഃസ്ഥാപിച്ചത് വിതുരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരം മാറ്റിയ ശേഷം. കോട്ടയം കുമരകം ചെപ്പന്നൂക്കരയിൽ പെൺകരുത്തിൽ കപ്പ കൃഷി. വിളവെടുത്തത് 16 കിലോ കപ്പ. കപ്പ കൃഷി നടത്തിയത് പ്രദേശത്തെ സ്ത്രീകളുടെ ഗ്രൂപ്പായ JLG ചൈത്രം. ക്രിസ്തുമസ് വരവറിയിച്ച് കുമരകം സെന്റ് ജോൺസ് ആറ്റമംഗലം പള്ളിയിൽ പടുകൂറ്റൻ നക്ഷത്രം. നക്ഷത്രമൊരുക്കിയത് യുവജന പ്രസ്ഥാനം മോർ ഇഗ്നാത്യോസ് യൂത്ത് അസോസിയേഷൻ. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവത്തിന് സമാപനം. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവത്തിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൊല്ലം കണ്ണനല്ലൂരിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ യുവാവ് അറസ്റ്റിൽ. ശാസ്താംപൊയ്ക സ്വദേശി അഭിലാഷാണ് പിടിയിലായത്. അസീസിയ മെഡിക്കൽ കോളേജിലെ ഗോഡൌണിൽ നിന്നും 4.5 ലക്ഷത്തിന്റെ സാധനങ്ങൾ മോഷ്ടിച്ച കേസിലാണ് ഇയാൾ പിടിയിലായത്. മലപ്പുറം വളാഞ്ചേരിയിൽ NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KSKTU ഏരിയ സെക്രട്ടറി N വേണു ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. തിരുവനന്തപുരം ചെങ്കൽ വട്ടവിള കാരുണ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ ട്രെയിനിംഗ് കോളേജിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. ചടങ്ങിൽ MLA-മാരായ K ആൻസലൻ, CK ഹരീന്ദ്രൻ, M വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ പുത്തൻതോട് KLDC ബണ്ട് തകർന്നു. CC മുകുന്ദൻ MLA, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ബണ്ട് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് MLA പറഞ്ഞു.